നിങ്ങളില്ലേ നിങ്ങളുടെ നാക്ക് അടക്കി വെക്കുക. കാരണം നിങ്ങളുടെ നാക്ക് കാരണം ഖബറിൽ പോയ ഒരാളാണ്. നിങ്ങളുടെ നാക്ക് കാരണം സത്യം പറഞ്ഞാൽ ഞാൻ അയാളെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ കാരണമാണല്ലോ ഞാൻ ഇത്ര അനുഭവിക്കണേന്ന് ഓർക്കുമ്പോൾ നിങ്ങളുടെ നാക്ക് കാരണം ഞാൻ സത്യം പറഞ്ഞാൽ. റിഫ മെഹ്നുവിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് സൂയിസൈഡ് ചെയ്തൊരു പെൺകുട്ടിയാണ് റിഫ മെഹ്നു. എന്താ പറയുക, യൂട്യൂബിലും അതുപോലെ തന്നെ റീൽസിലെല്ലാം ഭയങ്കര സാന്നിധ്യം ഉണ്ടായിരുന്നൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. മെഹ്നു പിന്നെ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. സഫ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കണ്ടത് സഫ മെഹ്നുവിൻ്റെ വീഡിയോ ക്ലിപ്പാണ് കണ്ടത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതിൽ എനിക്കെന്തോ കുറച്ചത് തോന്നി. ഖബറിലുള്ളവരെ പോലും ഞാൻ വെറുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് വിഷമം തോന്നി. എങ്കിൽ കൂടെ ആ പുള്ളിക്കാരൻ്റെ മാനസികാവസ്ഥ അങ്ങനത്തെയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ റിഫ മരിച്ചു, സൂയിസൈഡ് ചെയ്തു. പക്ഷേ അവൾക്ക് സൂയിസൈഡ് ചെയ്യാതെ പിടിച്ചു നിൽക്കാമായിരുന്നു, ജീവിച്ച് കാണിക്കാമായിരുന്നു. പക്ഷെ ജീവിതം അവസാനിപ്പിക്കുകയാണ് റിഫ ചെയ്തത്. ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുകയാണ് ചെയ്തത്. അപ്പോൾ മരിച്ചു പോയി. ഇനിയിപ്പോൾ എന്തായാലും ഖബറിടം വിശാലമാക്കി കൊടുക്കണം, നമുക്കൊക്കെ ദുആ ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇനി ആരുടെ ഭാഗത്താണ് ശരി തെറ്റിയെന്നൊന്നും നമുക്കറിയില്ല. പോലീസും കേസൊക്കെ ആയിരുന്നു, അത് എവിടെ എത്താതെ അത് തേഞ്ഞു മാഞ്ഞു പോയി എന്നാണ് തോന്നുന്നത്. പിന്നെയാണെങ്കിൽ ഇപ്പോൾ ഇവള് സഫ ഇതിലോട്ട് വന്നിരിക്കുന്നത്, ഇപ്പോൾ പുള്ളിക്കാരി അത്യാവശ്യം യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ ആളുകൾ കമൻ്റ് ഇട്ട് ചോദിക്കുന്നത്, ഇത് റിഫാൻ്റെ ഡ്രസ്സല്ലേ, ഇത് അവളുടെ അതല്ലേ, അവളുടെ പോലെ അനുകരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ ഇടുന്നത്. ഇതൊരു തരത്തിൽ എന്താണെന്ന് പറയുക, സൈബർ അറ്റാക്ക് തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പെൺകുട്ടി ഇപ്പോൾ ഒരാൾ മരിച്ചു പോയി, ഇപ്പോൾ അയാൾക്ക് വേറെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊന്നും ഏത് ഭരണഘടനയിലും പറയുന്നില്ല. അപ്പോൾ അവൻ വിവാഹം കഴിച്ചു, ഇപ്പോൾ അതൊന്നും റിഫാൻ്റെ ആ ഒരു കേസും കാര്യങ്ങളൊന്നും ഒന്നും അറിയുന്നില്ല, ഏതായെന്നൊന്നും അറിയണം. അപ്പോൾ അത് തേഞ്ഞു മാഞ്ഞു പോയി. പിന്നെ നമ്മളിങ്ങനെ ആളുകൾ പലവരും കമൻ്റ് ഇട്ട് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നമാക്കി മാറ്റേണ്ട കാര്യമില്ല. ഇങ്ങനെ കമൻ്റ് ഇടുന്തോറും അവർക്കതൊരു വിഷമത്തിനിടയാക്കും എന്ത് തന്നെയാണെങ്കിലും. അപ്പോൾ രണ്ടാമത് വിവാഹം കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ഒരു ഇത് വെച്ചിട്ട് എപ്പോഴും ടോർച്ചർ ചെയ്യണം എന്നുള്ളതൊന്നും ഇപ്പം നമ്മുടെ നാട്ടിലില്ല. വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഭയങ്കര രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് അവർ അനുഭവിക്കുന്നത്. അപ്പോൾ നീ അവളുടെ ഡ്രസ്സല്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിരന്തരം, ഒരു പ്രാവശ്യമില്ല, അവൾ എന്ത് വീഡിയോ ഇട്ടാലും നിരന്തരം ഈ ചോദ്യങ്ങളുമായിട്ട് വരുമ്പോൾ ആർക്കാണെങ്കിലും സ്വാഭാവികമായിട്ട് മടുപ്പും വെറുപ്പും തോന്നും. അപ്പോൾ അവളുടെ ആ ഒരു വാക്കുകൾ തന്നെ കേട്ടില്ലേ, മരണപ്പെട്ടു പോയി അവളുടെ ഖബറിൽ കിടക്കുകയാണെങ്കിൽ കൂടി എനിക്ക് വെറുപ്പ് തോന്നുവാണ്. അപ്പോൾ അത്രത്തോളം ആളുകൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ പെൺകുട്ടി അങ്ങനെ പ്രതികരിച്ചത്. അപ്പം നമുക്ക് കുറച്ച് ക്ലിപ്പും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം, കണ്ടു നോക്കൂ. ഇടേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ എൻ്റെ ഉമ്മച്ചി വാങ്ങിച്ചതോ എൻ്റെ വാപ്പിച്ച് വാങ്ങിച്ചതോ എൻ്റെ കൃത്യവും വാങ്ങിച്ചെന്ന ഡ്രസ്സ് ഉണ്ട് എനിക്ക് വേറെ ആരുടെ ഡ്രസ്സ് ഉണ്ട്, ഗതികേട് ഇതുവരെ വന്നിട്ടില്ല, ഞാൻ ഇടയുമില്ല. അവളുടെ ഡ്രസ്സ് ഞാൻ എവിടെയെന്ന് ചോദിക്കാൻ പോയിട്ട് അത് എവിടെയെന്ന് കണ്ടിട്ട് പോലുമില്ല. അതെനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല, അതെൻ്റെ ലൈഫിൽ ബോധമുള്ള ഒരു കാര്യമേ അല്ല. നിങ്ങളില്ലേ നിങ്ങളുടെ നാക്ക് അടക്കി വെക്കുക. കാരണം നിങ്ങളുടെ നാക്ക് കാരണം ഖബറിൽ പോയ ഒരാളാണ്. നിങ്ങളുടെ നാക്ക് കാരണം സത്യം പറഞ്ഞാൽ ഞാൻ അയാളെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ കാരണമാണല്ലോ ഞാൻ ഇത്ര അനുഭവിക്കണേന്ന് ഓർക്കുമ്പോൾ നിങ്ങളുടെ നാക്ക് കാരണം ഞാൻ സത്യം പറഞ്ഞാൽ വെറുക്കുന്നുണ്ട്. എനിക്ക് ഒരു കണ്ണീച്ചോരയും തോന്നുള്ള വെറുക്കാൻ വേണ്ടിയിട്ട്. ഖബറിൽ പോയ ആളാണ്, മരിച്ച ആളാണ്, ഈ ലോകത്തില്ല, എന്നിട്ട് പോലും ഞാൻ വെറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കാരണം. അത്രയ്ക്ക് കണ്ണീച്ചോര വരെ പോയി നിങ്ങളുടെ ഓരോ വാക്കുകൾ കാരണം. ഒരു മനുഷ്യന് ഇങ്ങനെയൊന്നും ചേഞ്ച് ആക്കരുത്. അപ്പം നിങ്ങളുടെ നാക്കൊന്ന് അടക്കി വെക്കും. ഇപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിലാണെങ്കിൽ ഇവരുടെ അടുത്ത് ഇവരുടെ അടുത്ത് ഇങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നത് ഞാനും പിന്നെ കമൻറ്റുകളൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ സഫ കാരണമാണ് റിഫ ആത്മഹത്യ ചെയ്തത്, ആ ഒരു കാരണത്താലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു ഇത് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ഒരാൾ വേറൊരു ജീവിതം തുടങ്ങി, വീണ്ടും അവരിങ്ങനെ നിരന്തരം നമ്മൾ ദ്രോഹിക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടേതായിട്ടുള്ള രീതിക്ക് അവർ പോകും. പിന്നെ ആളുകൾ ചോദിക്കും, ആ സോഷ്യൽ മീഡിയയിൽ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ അനുഭവിക്കണം, അതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ ഇതൊക്കെ കേൾക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നാൽ മതി എന്നൊക്കെ ഒരു കൂട്ടർ പറയും. സോഷ്യൽ മീഡിയയിൽ വരുന്നതും വരാതിരിക്കുന്നതൊക്കെ അത് അവനവൻ്റെ കാര്യം. ഇപ്പോൾ നമ്മളുടെ നെറ്റും നമ്മുടെ ഫോണും നമ്മുടെ സമയം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അപ്പോൾ എന്തും വിളിച്ച് പറയാനുള്ളൊരു ലൈസൻസ് ആയിട്ട് കമൻറ്റ് എന്ത് വിളിച്ച് പറയാനുള്ളൊരു ലൈസൻസ് ആയിട്ട് മാറ്റുകയാണ് കുറേ ചിലർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തിനാണ് അവരെ നിരന്തരം ദ്രോഹിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അവൾ തന്നെ പറയുന്നത് കണ്ടില്ലേ, അപ്പോൾ നിങ്ങളുടെ നാവ് കാരണമാണ് എനിക്ക് ആ ഒരു ഖബറിൽ കിടക്കുന്ന ആ ഒരു പെൺകുട്ടിയെ പോലും വെറുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതൊക്കെ ആ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥയാണ്. ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല.
ഇപ്പോൾ ഇപ്പോൾ കമൻറ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് സഫ അങ്ങനെ പറയേണ്ട കാര്യമില്ല. എങ്കിൽ കൂടെ ഈ കമൻറ്റ് ഇടുന്നവർ മുഖേന ആ കവറിലുള്ള ആ റിഫയെ പോലും കവറിൽ കിടക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെ പറയാം. അത്രയും മ്ലേച്ഛമായിട്ടുള്ള കമൻറ്റുകൾ ഇടുമ്പോൾ ഇവൾ അത്രത്തോളം ആ കുട്ടിയെ വെറുത്തുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അവൾ കാരണം എനിക്ക് ഈ ഒരു ഇത് അനുഭവിക്കേണ്ടി വരുന്നല്ലോ എന്ന് നിരന്തരം പറയുമ്പോൾ ആ കവറിലുള്ളവർക്കും അതിൻ്റെ ഒരു ഇത് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ഇട്ടും ആരെയും ദ്രോഹിക്കാതിരിക്കുക. അപ്പോൾ ചെറിയൊരു ഇതും കൂടെ കണ്ടിട്ട് നമുക്ക് വരാം. മാന്യമായിട്ട് തന്നെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത് ആദ്യം മാന്യമായിട്ട് കൊടുത്ത്, പിന്നെ ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു അനുഭവം വരും, നിങ്ങൾ എന്തായാലും ഇടങ്ങേറാവും. കാരണം നിങ്ങളുടെ ആ ടൈപ്പിങ്ങിലെ ചെറിയ കമൻറ്റ് പോലും ഒരാളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എന്തായാലും നിങ്ങൾ അനുഭവിക്കണം. ഞാൻ പടച്ചോനൊന്നുമല്ല പറയാൻ, പക്ഷേ ഞാൻ ഒരു മനുഷ്യനാണ്, എനിക്കും ഉണ്ട് ഫീലിങ്സ്. അപ്പം നിങ്ങൾ ഈ പറയണ വാക്ക് എനിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും അനുഭവിക്കും. പിന്നെ ഇത്രയും നാൾ ഞാൻ കമൻസിന് അങ്ങനെ ഒന്നും റിപ്ലൈ കൊടുത്തില്ല. ഇന്ന് ഞാനിപ്പോൾ റീലിൽ കമൻറ്റ് വന്നപ്പോൾ ഞാൻ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും തെറിയാണെങ്കിലും ഞാൻ നല്ല രീതിക്ക് തന്നെ തിരിച്ചും നല്ല തെറി വരും. പിന്നെ വീട്ടുകാരെ പറഞ്ഞ് തെറി വയ്ക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഫാമിലീനെ പറയില്ല, എനിക്ക് കുറച്ച് മാന്യതുണ്ട്. കാരണം ആ ഉപ്പയും ഉമ്മ അറിയില്ല നിങ്ങൾ ഇങ്ങനത്തെ പീപ്പിൾസ് ആണെന്ന്. സോ അവരെനിക്ക് പറയേണ്ട ആവശ്യം അത് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്ററാണ്, അത് അവൻ്റെ ഡ്രസ്സാണ്, അവരുടെ ഇതാണ്, അങ്ങനെ എങ്ങനെയെന്നുള്ളത് പറഞ്ഞ ഒരാളെ നിരന്തരം ടോർച്ചർ ചെയ്യുന്നത് എന്തായാലും നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കമൻറ്റ് ഇടുന്നവർ കുറച്ചൊക്കെ സൂക്ഷിക്കണം. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് നമ്മളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനും അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയാനും ഇതിനൊക്കെയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ വന്ന് നിരന്തരം ഇങ്ങനെ കമൻറ്റുകൾ ഇടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു വെറുപ്പ് തോന്നും. അതാണ് ഇപ്പോൾ ഇവിടെ സഫാകം സംഭവിച്ചിരിക്കുന്നത്. നിരന്തരം ഒരു പ്രാവശ്യമില്ല, നിരന്തരം ഈ ഒരു കമൻസ് തന്നെ കേൾക്കുമ്പോൾ അവൾക്ക് സ്വാഭാവികമായിട്ടും ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നും. ഇവിടെ കാരണം എനിക്ക് എന്താണ് ഇത്രയും അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരു സെക്കൻഡ് മാരേജ് കഴിച്ചു, അതിനിപ്പോൾ സഫാനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവളുടെ സാഹചര്യം അങ്ങനെയാണ്, അതുകൊണ്ട് അവൾ സെക്കൻഡ് മാരേജ് ചെയ്തു. അപ്പോൾ അതിന് വെറുതെ ഇങ്ങനെ കടന്ന് പുറത്തുള്ളവരിങ്ങനെ വെറുതെ കമൻറ്റ് ഇട്ട് അവരെ ദ്രോഹിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാറ്. പിന്നെ ചില ആളുകൾക്കുണ്ട് ദ്രോഹിക്കത്തോറും അവർക്കതൊരു സുഖം കിട്ടും. ഇങ്ങനെ മറ്റൊരാളുടെ ജീവിതത്തിൽ കയറിയിട്ട് ഇങ്ങനെ ചൊറിയുന്നത് അത് ചില ആളുകളുടെ ഒരു സുഖമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു അനുഭവം വരുമ്പോൾ മാത്രമേ ഇത് ഇങ്ങനെയുള്ളതൊക്കെ ഇതിൻ്റെയൊക്കെ എന്താ പറയുക ഒരു ഇത് മനസ്സിലാവുള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ എന്താ പറയുക ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ചേലാണെന്ന് പറയില്ലേ. മറ്റുള്ളവർക്ക് ഒരു ജീവിതത്തിൽ ഇത് സംഭവിക്കുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ നല്ല തമാശ, നമുക്ക് നല്ല ജോക്കൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് അത് എത്രമാത്രം വേദനാജനകമാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു ഇതാണ് ഈ സഫ എന്ന പെൺകുട്ടിയും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവൾ രണ്ടാമത് വിവാഹം കഴിച്ചു. ഇപ്പോൾ അവർ നന്നായി ജീവിക്കട്ടെ, വെറുതെ അവരുടെ ജീവിതത്തിൽ പോയിട്ട് ഇടങ്ങാറ് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ മെഹനു ആണ് റിഫാൻ്റെ ഇതുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഇത് ആണെങ്കിൽ അതിന് പോലീസ് തെളിയിക്കട്ടെ. ഇപ്പോൾ ഇത് 2 വർഷമായിട്ടൊന്നും തെളിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ മെഹനു കുറ്റക്കാരനാണെങ്കിൽ പോലീസ് അത് തെളിയിക്കട്ടെ. അപ്പോൾ അതുവരെ വെറുതെ ഒരാൾക്ക് ജീവിതം വേണ്ടാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് തെളിയണ വരെ നമുക്ക് മറ്റൊരു ലൈഫില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളതൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. മെഹനും ചെറുപ്പക്കാരനാണ്, അവനക്കും ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവൻ രണ്ടാമത് വിവാഹം കഴിച്ചു, ഇപ്പോൾ അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും വെറുപ്പ് തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ഇട്ടിട്ട് ആരും ദ്രോഹിക്കാതിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നത് ഇതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അതിൽ കയറി അപ്പോൾ നിങ്ങൾ പറയായിരിക്കും അത് ഇങ്ങനെ കമൻറ്റ് ഇടുന്നതും ഞങ്ങളുടെ പേഴ്സണൽ ചോയ്സാണെന്ന്. പക്ഷേ ഇങ്ങനെ കമൻറ്റ് ഇടുന്നത് നിങ്ങളൊന്ന് കമൻ്റ് ഇടാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിക്കുക, അത് നിങ്ങളുടെ മനസ്സാക്ഷിക്ക് നിരക്കുന്നതാണോ അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇട്ട് മറ്റുള്ളവർ ദ്രോഹിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെയൊരു ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇത് വല്ലാത്തൊരു പെൺകുട്ടിക്ക് എന്താ പറയുക സൈബർ അറ്റാക്ക് തന്നെയാണ് ഇങ്ങനെയുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്താ പറയുക മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറയും ഇതിനെ. അതാണ് ഇപ്പോൾ സഫ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇനിയും ഇട്ട് ആ പെൺകുട്ടിയെ ദ്രോഹിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.